ഹായ് മേരെ പ്യാരെ ബച്ചോ ആദാബ്. 6ാം ക്ലാസ്സിൽ ഉറുദു പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മെച്ചുപോർട്ടിന്റെ ഉറുദു ക്ലാസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. മക്കളെ, ഈ വരുന്ന ഓണം എക്സാമിന് നമ്മോട് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം. देखिए, അമൽ ദർസി കിതാബ് പഠ രഹാ താ. അമൽ ദർസി കിതാബ് ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇസ്മേ തരഹ് തരഹ് കെ ജാൻവർ ദേ. അതിൽ പലതരത്തിലുള്ള മൃഗങ്ങൾ ഉണ്ടായിരുന്നു. ജിന്മേ ബേൽ, അതിൽ കാള, അതുപോലെ ഘോഡ കുതിര, ഷേർ സിംഹം, ഇരൻ മാൻ, ബില്ലി പൂച്ച, ഹാത്തി ആന, ബക്കരി ആട്, അതുപോലെ കുത്താത്തെ കുത്തേ നായും ഉണ്ടായിരുന്നു. ബച്ചോ തസ്വീർ ഔർ സേ ദേഖ്കർ, ചിത്രം ശ്രദ്ധിച്ചു നോക്കിയിട്ട് മുനാസിബ് നാം ലിഖിയേ, യോജിച്ച പേരെഴുതാനാണ് ചോദ്യം. നമുക്ക് ഓരോന്നിന്റെയും മുനാസിബ് പേരെഴുതാം. ദേഖിയേ, ഒന്നാമത്തെ ചിത്രത്തിൽ ആരാണ്? ഷേർ. ഷേർ എന്ന് പറഞ്ഞാൽ ആരാ? സിംഹാണ് അല്ലെ. മറ്റൊരു രണ്ടാമത്തെ ചിത്രത്തിനകത്ത് ബക്കരിയാണ്, ബക്കരി. മറ്റൊരു അഞ്ചാമത്തെ ചിത്രത്തിനകത്ത് വരുന്ന ആരാണ്? ഹാത്തിയാണ്, ഹാത്തി. ഇവിടെ കാണുന്ന ചിത്രം ആരാണ്? ഹാത്തി, നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ചിത്രത്തിനകത്ത് ബില്ലി. മറ്റേത് ഘോഡ. ഘോഡ എന്ന് പറഞ്ഞാൽ ആരാണ്? കുതിര. ഘോഡ കുതിര. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് മറ്റൊരു ചോദ്യം ഇതാണ്. കേരള കെ റിയാസത്തി ജാൻവർ കോൺസാ ഹെ? കേരളത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള മൃഗം ഏതാകുന്നു? കേരളത്തിലെ അറിയപ്പെടുന്ന മൃഗം ഏതാണ്? ഹാത്തി അല്ലെ. ഹാത്തി. ഹിരണാണോ? അല്ല. ബേൽ കാളയാണോ? അല്ല. ബക്കരി ആടാണോ? അല്ല. ഹാത്തിയാണ് കേരളത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള മൃഗം എന്നറിയപ്പെടുന്നത്. ഇവിടുന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം കൂടി ഉണ്ട്. പസന്ദീദ ജാൻവർ കെ ബാരമേ ചന്ദ് ജുംല ലിഖിയേ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മൃഗത്തിനെ കുറിച്ച് ചന്ദ് ജുംല ലിഖിയേ. കുറഞ്ഞ ജുംലകൾ തയ്യാറാക്കിയാലും. അപ്പൊ നമ്മൾ എഴുതുന്നു, നമ്മുടെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു മൃഗത്തെ കുറിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് എഴുതാം. ഹാത്തിയെ കുറിച്ച് എഴുതാം അല്ലെ. ഹാത്തിയെ കുറിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സെന്റൻസ് തയ്യാറാക്കാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കൊടുത്തു? ഹാത്തി എന്ന് ഹെഡിങ് കൊടുത്തു. ഇനി നമ്മൾ എഴുതുന്നു എ ഹാത്തി ഹേ. ഇത് അല്ലെ. എ ഹാത്തി ഹേ എന്താകുന്നു? ഇത് ഹാത്തി ഹേ, ഇത് ആനയാകുന്നു. എ ഹാത്തി ഹേ. എ മേരാ ഹാത്തി ഹേ. ഇത് എ മേരാ, എന്റെ. എ മേരാ ഹാത്തി ഹേ, ഇത് എന്റെ ആനയാകുന്നു. ഓക്കെ, അടുത്ത നമ്മൾ എഴുതുന്നു ഹാത്തി ഏക്ക്. ആത്തി ഒരു ജംഗലി ജാൻവർ ഹേ. ജംഗലി ജാൻവർ ഹേ. ജംഗലി ജാൻവർ ഹേ എന്ന് പറഞ്ഞാൽ കാട്ടിലെ മൃഗമാകുന്നു. ഹാത്തിയേക്ക് ജംഗലി ജാൻവർ ഹേ. ഹാത്തി ഒരു കാട്ടിലെ മൃഗമാകുന്നു. ഹാത്തി ഏക്ക് ബഡാ ജാൻവർ ഹേ. ഹാത്തി ഏക്ക് ബഡാ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, 5ാം ക്ലാസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് ബഡാ എന്നുള്ളത്. ഹാത്തി ഏക്ക് ബഡാ ജാൻവർ ഹേ. എന്താ ബഡാ എന്ന് പറഞ്ഞാൽ വലിയ, ജാൻവർ ഹേ മൃഗമാകുന്നു. ഹാത്തി ആന കേരള കെ. കേരള കെ റിയാസത്തി ജാൻവർ ഹേ. കേരളത്തിന്റെ റിയാസത്തി ഔദ്യോഗികമായിട്ടുള്ള ജാൻവർ ഹേ മൃഗമാകുന്നു. ഹാത്തി കേരള കെ റിയാസത്തി ജാൻവർ ഹേ. ഇനി നമ്മൾ എഴുതുന്നു ഹാത്തി കാ രംഗ്. ഹാത്തി കാ രംഗ്, ഹാത്തിയുടെ നിറം. ഹാത്തി കാ രംഗ് കാലാ ഹേ. കാലാ ഹേ കറുപ്പാകുന്നു. ഹാത്തി കാ രംഗ് കാലാ ഹേ, ഹാത്തിയുടെ നിറം കറുപ്പാകുന്നു. അപ്പൊ ചെറിയ ചെറിയ വാക്കുകൾ പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ഒരു ആനിമലിനെ കുറിച്ച്, ഒരു മൃഗത്തെ കുറിച്ച് സെന്റൻസ് തയ്യാറാക്കാൻ പറ്റും. എ ഹാത്തി ഹേ, ഇത് ആനയാകുന്നു. എ മേരാ ഹാത്തി ഹേ, ഇത് എന്റെ ആനയാകുന്നു. ഹാത്തിയേക്ക് ജംഗലി ജാൻവർ ഹേ, ഹാത്തി കാട്ടിലെ മൃഗമാകുന്നു. ഹാത്തിയേക്ക് ബഡാ ജാൻവർ ഹേ, ഹാത്തി എന്താകുന്നു? ഏക്ക് ബഡാ ജാൻവർ ഹേ, ഒരു വലിയ മൃഗമാകുന്നു. ഹാത്തി കേരളാക്കെ, ഹാത്തി കേരളത്തിന്റെ. റിയാസത്തി ജാൻവർ ഹേ, ഔദ്യോഗികമായിട്ടുള്ള മൃഗമാകുന്നു. ഹാത്തി കാ രംഗ്, ഹാത്തിയുടെ നിറം. കാലാഹേ കറുപ്പാകുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഇഷ്ടപ്പെട്ട മൃഗത്തെ കുറിച്ച് സെന്റൻസ് തയ്യാറാക്കാൻ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്കോ ശുക്രിയ, ഖുദാ ഹാഫിസ്, ബൈ.